ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മളെ പിസ്റ്റന്റെ റിങ്സ് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ട് ഈ പിസ്റ്റൺ വർക്കൊക്കെ എടുക്കുമ്പോൾ നമ്മൾ റിങ്സ് കറക്റ്റായിട്ട് ഫിറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു മാർക്കിങ്ങിൽ ഫിറ്റിംഗ് അല്ലെങ്കിൽ നമുക്ക് പിസ്റ്റൺ പണി എടുത്താലും വൈറ്റ് സ്മോക്കിങ്, വണ്ടിക്ക് വലിക്കുറവ്, കംപ്രഷൻ ഔട്ട്, സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല കറക്റ്റായിട്ടുള്ള ഫിറ്റിംഗ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ വീഡിയോയിൽ ഇത് നമ്മളെ കമ്പനി ഒറിജിനൽ സിലിണ്ടർ സെറ്റ് ആണ്. ഗ്ലാമറിന്റെ പിസ്റ്റണും പുതിയതാണ്. അതുകൊണ്ട് സിലിണ്ടർ ഈ ഒരു പിസ്റ്റണൊക്കെ നമ്മൾ റിങ്സ് സെറ്റ് ചെയ്യുന്ന സെയിം ആണ് എല്ലാത്തിൻ്റെതും. അതുകൊണ്ട് ഈ ഒരു സെറ്റിങ് കറക്റ്റ് ആയില്ലെങ്കിൽ ഈ വൈറ്റ് സ്മോക്ക് നിൽക്കാൻ പ്രയാസമാണ്. ഈ ഒരു 5 റിങ്സ് ആണ് വരിക. അതിൻ്റെ കൂടെ 3 ഓയിൽ റിങ്സ് ആണ് വരിക, 2 കംപ്രസർ റിങ്സും ആണ് നമ്മളൊരു പിസ്റ്റണിൻ്റെ കൂടെ റിങ്സ് ഫിറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു റിങ്സ് പറഞ്ഞാൽ സ്പൈഡർ റിങ്സ് ആണ്. സ്പൈഡർ റിങ്സ് പറഞ്ഞാൽ നമ്മൾ ഇന്നിൻ്റെ നേരെ താഴോട്ട് വേണം ഈ റിങ്സ് വെക്കാൻ. സ്പൈഡർ ഓയിൽ റിങ്സ് അപ്പോൾ ഇന്നിൻ്റെ നേരെ താഴത്താണ് അവർ നേരെ പൊസിഷൻ, നേരെ താഴോട്ട്. സ്പൈഡർ റിങ്സ് പറഞ്ഞാൽ പൊസിഷനിൽ വെക്കണം കേട്ടോ. നേരെ എമ്മിന് ഇതൊരു പൊസിഷൻ ആയിരിക്കും. ആ റിങ് ഇങ്ങനെ താഴോട്ടും മുകളിലോട്ടായിട്ട് ഇങ്ങനത്തെ റിങ്സ് ആയിരിക്കും. അത് ആയിട്ട് വെക്കുക. ഇതിങ്ങനെ മുകളിലോട്ടുള്ള രീതിയിൽ വെച്ചാൽ ഓയിൽ അങ്ങോട്ട് കയറി വരും. അത് ശ്രദ്ധിക്കണം. എന്നുള്ള പൊസിഷൻ ഉണ്ടാകും. ഞാൻ ജസ്റ്റ് സൈഡ് കാണിച്ചു തരാം. ആ ഒരു പൊസിഷനിലാണ് നോക്കേണ്ടത്. ആ നേരെ താഴത്തുള്ള ഒരു ഇൻഡു, ആ ഒരു ഇൻഡുവിലാണ് നമ്മളെ സ്പൈഡർ റിങ്സ് ഒരു കട്ടിങ് മുന്നേ. അതിൻ്റെ 2 നേരെ താഴത്ത് ആ ഒരു ഓയിൽ റിങ്സ് 2 എണ്ണം, ഓയിലിൻ്റെ ചെറിയ 2 കണ്ടില്ലേ, ഓയിൽ റിങ്സിന് താഴത്തും മുകളിലും വരുന്ന റിങ്സ്. ആ 120 mm സൈഡിലൊക്കെ അടുക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഈ റിങ്സ് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം, കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിക്കണം. ഇത് നമ്മളെ പിന്നല്ലേ ഒരു പൊസിഷനിൽ തന്നെ വെച്ച് സെറ്റ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് പൊട്ടിപ്പോവും. അതുകൊണ്ട് ചെക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു റിങ്സ് കറക്റ്റിൽ നമ്മൾ ഫിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളെ പിസ്റ്റണൊക്കെ പെട്ടെന്ന് വീക്കായി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ കംപ്രഷൻ, വൈറ്റ് സ്മോക്ക് ഒന്നും നിൽക്കില്ല. ചില വണ്ടിയൊക്കെ അങ്ങനത്തെ കംപ്ലൈൻറ്റ് വന്ന് വരലുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞാൽ ഈ റിങ്സ് കറക്റ്റായി ഫിറ്റ് ചെയ്യണം. ആ ഒരു റിങ്സ് കണ്ടില്ലേ, ആ ഒരു ഫസ്റ്റ് നമ്മൾ നേരെ താഴത്തെ ആ ഒരു സ്പൈഡർ റിങ്സിൻ്റെ നേരെ താഴത്തിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത്. ആ ഒരു റിങ്സ് ഫിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് 2 സൈഡിൽ വരും കേട്ടോ. താഴെ മുകളിലാണ് സ്പൈഡർ റിങ്സിൻ്റെ വരിക. അത് ശ്രദ്ധിക്കണം. ആ ഒരു കണ്ടില്ലേ, നല്ലോണം ഇറക്കി കൊടുക്കണം. കണ്ടില്ലേ, ഫസ്റ്റ് താഴത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു സ്പൈഡർ റിങ്സിൻ്റെ നേരെ താഴെ വരിക. നമ്മൾ ഫസ്റ്റത്തെ റിങ്സ് സെറ്റ് ചെയ്ത് കണ്ടല്ലോ, ഒരു ഇന്നിൻ്റെ നേരെ താഴത്തെ വരും കേട്ടോ. താഴോട്ട് ഇതാക്കിയ സൈഡിൽ ഒരു റിങ്സിൻ്റെ ടോപ്പിൻ്റെ സൈഡും ഈ സൈഡിലാണ് വെക്കേണ്ട മാർക്ക്. കണ്ടില്ലേ, നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഒരു ഓയിൽ റിങ്സിൻ്റെ ഒരു റിങ് കൂടി ഉണ്ട്. അതിൻ്റെ നേരെ ടോപ്പിൽ വരുന്നത്. അത് നേരെ ഏത് സൈഡാണെന്ന് വെച്ചാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളൊരു ഈ ഒരു റിങ്സ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റിങ്സ് ഫിറ്റ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞാണ്. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഇതുപോലത്തെ മെക്കാനിക്കലായിട്ട് വീഡിയോ വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ആ 2 ഓയിൽ റിങ്സ് 2 ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ആണല്ലേ ഞാനൊരു മാർക്ക് ചെയ്തില്ല, അതിൻ്റെ മോഡലാണ് വരാണ്ടില്ല. ആ സ്പൈഡർ റിങ്സിൻ്റെ പോയിന്റ് അതിൻ്റെ 2 സൈഡിൽ ഓയിൽ റിങ്സിൻ്റെ താഴെ മുകളിലും വരുന്നൊരു പീസ് കേട്ടോ. എന്ന് വെച്ചാൽ ഇന്ന് വരുന്ന ഭാഗം എന്ന് വെച്ചാൽ നമ്മളെ കാർബറിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് വരിക. പിസ്റ്റണിൻ്റെ നേരെ താഴത്തില് എക്സോസ്റ്റ് നമ്മൾ ഔട്ട് ചെയ്യുന്ന ആ ഒരു താഴോട്ടാണ് വരികയാണല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഇനി ടോപ്പ് 1 ടോപ്പ് 2 എന്നുണ്ടാവും കംപ്രസർ റിങ്സ്. ആ ഒരു ടോപ്പ് 2 ആണ് നേരെ ഏറ്റവും ഇന്നിൻ്റെ നേരെ 120 mm അതിൻ്റെ താഴത്ത് വെച്ചിട്ട് അതേ മോഡൽ തന്നെ സെക്കൻഡ് റിങ്സ് കണ്ടില്ല. അതിൽ സെക്കൻഡിൽ നിന്ന് എഴുതിയിട്ടുണ്ടാവും കണ്ടില്ല, ടോപ്പ് 2 എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ റിങ്സ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഈ ഇന്നിൻ്റെ നേരെ തൊട്ട് 120 mm ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, റിങ്സ് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അതിനെക്കൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കണം. ഇതിന് റിങ്സ് മാത്രം വാങ്ങാനും കിട്ടില്ല. പിന്നെ നമ്മൾ ബോർഡ് ചെയ്ത് വാങ്ങുന്ന പിസ്റ്റൺ ഇതൊക്കെ കൂടെ ഇങ്ങനെ തന്നെ ആയിട്ടുണ്ടാവുക. നമ്മളിങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു കൊടുക്കുക. നമ്മൾ അതുപോലെ തന്നെ ആ ഒരു ടോപ്പ് റിങ് ടോപ്പ് 2 ഈ ഓയിൽ റിങ്സിൻ്റെ നേരെ മുകളിലാണ് വരിക. ഒരു കംപ്രസർ റിങ് ആണ് അതിൻ്റെ മുകളിൽ വരുന്നത്. അതിൻ്റെ നേരെ ടോപ്പിലാണ് പിന്നെ വരിക ടോപ്പ് 1. പിന്നെ ഒരു സിൽവറിൻ്റെ ഒരു കളറിലാണ്. ഇതൊരു ബ്ലാക്ക് 2 ടോപ്പ് 2 എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ആണ് കണ്ടത്. ഇന്ന കണ്ടില്ല, ഇന്ന നേരെ താഴെ ഇനി ടോപ്പ് 1 എന്ന് എഴുതിയിട്ടുണ്ടാവും. നല്ലോണം കാണാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുകളിൽ ടോപ്പ് 1 നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, ചെറുങ്ങനെ ഫോക്കസ് ചെയ്തെല്ലാം കാണും. ടോപ്പ് 1 എന്ന് എഴുതിയിട്ടുണ്ടാവും. അവർ ഇന്നിൻ്റെ നേരെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ 120 mm വെച്ചിരിക്കുന്ന അതേ മോഡൽ റൈറ്റ് സൈഡിലേക്കും 120 വെച്ചിട്ട് ആടാണ് ഈ കട്ടിങ് വരുന്നത് കേട്ടോ റിങ്സിൻ്റെ. അപ്പോൾ അതേ ലെവലിൽ വരണം. ഈ ഒരു സെറ്റിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മൾ സെറ്റായിട്ട് വെക്കാമെന്ന് പറയും. പിസ്റ്റൺ ഓയിൽ ലീക്കൊന്നും വരാണ്ടക്കാൻ ഈ ഒരു പൊസിഷനിൽ വെച്ചാലോ നമ്മൾ ഓയിൽ ലീക്കും കംപ്രഷനും എല്ലാം കറക്റ്റായി കിട്ടും.
അതൊക്കെ ശ്രദ്ധിക്കുക പിസ്റ്റൺ സെറ്റ് ചെയ്യുമ്പോൾ. അല്ലാണ്ട് നമ്മൾ വെറുതെ അങ്ങനെ വെച്ച് കൊടുത്താലൊന്നും കംപ്രഷനും പെർഫെക്റ്റ് ആയിട്ടില്ല ഇതൊന്നും കിട്ടില്ല. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.